പ്രജിൽ, ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ വനംവകുപ്പിന്റെ നിരീക്ഷണ വലയത്തിൽ ആനയില്ല. നമ്മുടെ ക്യാമറ കണ്ണിൽ മാത്രമാണ് നിലവിൽ ഈ ആനയുള്ളത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ആനയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രജിൽ, ഏറെ നിർണായകമായ ദൗത്യത്തിലേക്ക് വനംവകുപ്പ് കടന്നതാണ്. പക്ഷേ ഇന്ന് ആനയെ ഇതുവരെയും വനംവകുപ്പ് കടന്നതാണ്. പക്ഷേ ഇന്ന് ആനയെ ഇതുവരെയും വനംവകുപ്പിന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പക്ഷേ നമ്മുടെ ക്യാമറ കണ്ണിൽ പരിക്കേറ്റ ആന വീണ്ടും വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കൊമ്പനൊപ്പമാണ് ഈ ആന ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം, ചാലക്കുടി പുഴ ആന മുറിച്ചു കിടക്കുന്നതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വെറ്റ്ലപ്പാറ ചിക്ലായി ഭാഗത്താണ്. വേറൊരു ആന കൂടി ഈ ആനയോടൊപ്പമുണ്ട്. പക്ഷേ വനംവകുപ്പ് സംഘമെല്ലാം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ മേഖലയിലില്ല. അവരുള്ളത് ഇതിന് എതിർവശത്തും അതോടൊപ്പം തന്നെ സൈഡിലുമൊക്കെ ആയാണ് നിൽക്കുന്നത്. ആനതാ ഇപ്പോൾ ഈ ചാലക്കുടി പുഴ മുറിച്ചു കിടക്കുന്നതാണ് നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത്. അതായത് ഇന്ന് ഈ ആനയെ മയക്കുവെടി വെക്കുന്നതിനുള്ള ദൗത്യത്തിലേക്ക് വനംവകുപ്പ് കടക്കാനിരിക്കുകയാണ്. വനംവകുപ്പ് ഇപ്പോൾ ആനയെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. വീണ്ടും ഇപ്പോൾ ആന ചാലക്കുടി പുഴ മുറിച്ചു കടക്കുന്നതാണ് ദൃശ്യത്തിൽ കാണുന്നത്. നമുക്ക് കാണാം, ഈ പരിക്കേറ്റ ആനയുണ്ട്, അതിനോടൊപ്പം തന്നെ മറ്റൊരു ആന കൂടിയുണ്ട്. പ്രവിത, ഇപ്പോൾ പരിക്കേറ്റ ആണെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എളുപ്പത്തിലെത്താം ഈ ആനയുടെ ഈ ലൊക്കേഷനിലേക്ക് എന്ന് മനസ്സിലാകുന്നു. കാരണം നേരത്തെയും നമ്മുടെ ക്യാമറയ്ക്ക് ബിനേഷിന്റെയും സൂരജിന്റെയും എക്സ്ക്ലൂസീവ് ലൈവ് വിഷ്വൽസ് ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മസ്തകത്തിൽ മുറിവേറ്റ ഏറെ ഗുരുതരാവസ്ഥയിലുള്ള ആന അതിപ്പോൾ എവിടെയാണുള്ളത് എന്ന് 24ന്റെ സ്ക്രീനിൽ തത്സമയം പ്രേക്ഷകർക്ക് കാണാം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മറ്റൊരു ഭാഗത്ത് തെരച്ചിൽ നടത്തുന്ന സമയത്താണ് അതിന് മറുഭാഗത്ത് അല്ലെങ്കിൽ അതിനോട് അടുത്തുള്ള ഈ മേഖലയിൽ ഇപ്പോൾ 24ന്റെ ക്യാമറ കണ്ണിൽ തത്സമയം ഈ ആനയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ചാലക്കുടി പുഴ മുറിച്ചു കിടക്കുന്ന ഈ മസ്തകത്തിൽ മുറിവേറ്റ ആന, അതിനൊപ്പം മറ്റൊരു ആന കൂടി ഉണ്ട് എന്ന് സൂരജ് പറയുന്നുണ്ടല്ലോ. സൂരജ്, എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? 2 ആനകളുണ്ട് എന്നാണോ? അതിന് കൂട്ട് മറ്റൊരു ആനയുണ്ട് എന്നാണോ? അതിന്റെ ആരോഗ്യസ്ഥിതി എന്താണ്? ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് കണ്ടതുപോലെ ഈ മസ്തകത്തിലേക്ക് ഈ ചളിവാരി എറിയുന്ന ദൃശ്യം നമ്മൾ കണ്ടതാണ്. വലിയ വേദനയുള്ള സമയത്താണ് അങ്ങനെ ആനകൾ ചെയ്യുക എന്ന് പലരും പറയുന്നുണ്ടായിരുന്നു. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? പുഴയുടെ അപ്പുറത്താണ് പ്രജിന്ത. ഇപ്പോൾ ഒരു തുരുത്തിലേക്ക് ഈ ആന നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആന ഒരു തുരുത്തിലേക്ക് നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ചാലക്കുടി പുഴ കടന്ന് ആന ഇപ്പോൾ ഒരു തുരുത്തിലേക്ക് നീങ്ങുന്നു. ആ തുരുത്തിൽ കയറുകയാണെങ്കിൽ അതിന് എതിർവശം എന്ന് പറയുന്നത് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ തന്നെ ഇടമാണ്. അവിടെ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരുണ്ട്. സ്വാഭാവികമായും ദൗത്യത്തിന് പറ്റിയ ഒരിടത്തേക്കാണ് ഈ ആന നടന്നു കയറുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം ദൗത്യത്തിന് അനുയോജ്യമായ ഒരിടത്തേക്ക് ഇപ്പോൾ ആന നടന്നു കയറുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് വെറ്റ്ലപ്പാറയിൽ തന്നെ ഉണ്ടായിരുന്ന ചിക്ലായി എന്ന് പറയുന്ന മേഖലയിലാണ് ഈ ആന ഉണ്ടായിരുന്നത്. ഇന്ന് കുറച്ചുകൂടി ആരോഗ്യനിലയെല്ലാം തന്നെ മെച്ചപ്പെട്ടതായി നമുക്ക് തോന്നുന്നുണ്ട്. അത്തരത്തിൽ തന്നെയാണ് ആനയുടെ ഒരു സ്ഥിതി. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ആന വലിയ അവശതയിലായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ മറ്റൊരു ആനയോടൊപ്പമാണ് ഈ ആന പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ ചാലക്കുടി പുഴയുടെ തീരത്തുകൂടി ആന നടന്ന് പോകുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇപ്പോൾ ഒരു തുരുത്തിലേക്ക് ആന കയറുന്നു. ഒരു തുരുത്തിലേക്ക് ആന കയറുന്നതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തുരുത്തിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി അതിനപ്പുറം എന്ന് പറയുന്നത് വനംവകുപ്പിന്റെ ഏരിയയാണ്. വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരടക്കം നിൽക്കുന്ന ഒരു ദൗത്യ മേഖലയാണ്. ആ ദൗത്യ മേഖലയിലേക്കാണ് സ്വാഭാവികമായും ആന നടന്നു കയറുന്നത്. വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരാരും തന്നെ ഈ മേഖലയിലേക്ക് എത്തിയിട്ടില്ല. അവർ രാവിലെ മുതൽ വിവിധ സംഘങ്ങളായി തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും ഈ ആനയെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചിരുന്നില്ല.